ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നെസ്റ്റ് വിത്ത് രേഷ്മ. ആദ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക. അതിൽ നമ്മൾ എന്താണ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസിൽ സീറോ കണ്ടീഷണൽ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ ഒന്നും കൂടി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ചുരുക്കത്തിൽ പറയാം. എന്താണ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞു. വാട്ട് ഈസ് എ കണ്ടീഷണൽ സെൻറ്റൻസ്? എ കണ്ടീഷണൽ സെൻറ്റൻസ് ഈസ് എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ്സസ് എ കണ്ടീഷൻ ആൻഡ് ഇറ്റ്സ് റിസൾട്ട്. ഒരു കണ്ടീഷനും അതിൻ്റെ റിസൾട്ടും എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് കണ്ടീഷണൽ സെൻറ്റൻസസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒന്ന് സീറോ കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ. അതിൽ സീറോ കണ്ടീഷണൽ നമ്മൾ വിശദമായി തന്നെ നോക്കി. സീറോ കണ്ടീഷണൽ എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ഓർമ്മയുണ്ടോ? സീറോ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള, അതായത് ഫാക്റ്റ്, ട്രൂത്ത് തുടങ്ങിയ കാര്യങ്ങൾ, തുടങ്ങിയ സിറ്റുവേഷൻസ് എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ സീറോ കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു? സിമ്പിൾ പ്രസൻറ്റ് കണ്ടീഷൻ, സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റും മെയിൻ ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റുമായിരുന്നു. അതെല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. സോ നമുക്കിനിയും അടുത്ത ടോപ്പിക്കൊന്ന് നോക്കാം. അത് ഫസ്റ്റ് കണ്ടീഷണൽ. ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യത, അല്ലെങ്കിൽ ഭാവിയിൽ എന്താ പറയുക, അതെ, നടക്കാൻ സാധ്യത കൂടുതലുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. അതായത് കണ്ടീഷൻ എന്ന് പറയുന്നത്, കണ്ടീഷൻ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അതിൻ്റെ റിസൾട്ടും എന്താണ്? നടക്കാൻ വളരെ സാധ്യതയുണ്ട്. അപ്പം പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതാണ് ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ പ്രത്യേകത. കണ്ടീഷനും പോസിബിലിറ്റി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ റിസൾട്ടിനും എന്താണ്? പോസിബിലിറ്റി കൂടുതലാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കാം. ആ കണ്ടീഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ കണ്ടീഷൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ റിസൾട്ടും എന്താണ്? വളരെ കൂടുതലായി തന്നെ സംഭവിക്കാം. ഓക്കെ, അതപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചാൽ, യു വിൽ പാസ് ദ എക്സാം, നീ എക്സാം പാസ്സാകും. നീ നന്നായി പഠിച്ചാൽ നീ എക്സാം പാസ്സാകും. ഇവിടുത്തെ കണ്ടീഷൻ ഏതാണ്? നീ നന്നായി പഠിച്ചാൽ, ഇഫ് യു സ്റ്റഡി വെൽ, അതിനുള്ള പോസിബിലിറ്റി കൂടുതലല്ലേ? അതൊരു പോസിബിൾ സിറ്റുവേഷൻ അല്ലേ പറയുന്നത്? ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചാൽ. സോ റിസൾട്ടിനും എന്താണ്? റിസൾട്ട് എന്ത് സംഭവിക്കാം? യു വിൽ പാസ് ദ എക്സാം, നീ എക്സാം പാസ്സാകും. രണ്ടും എന്താണ്? വളരെയധികം പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളാണ് അല്ലേ? കണ്ടീഷൻ എന്താണ്? പഠിച്ചാൽ. റിസൾട്ട് എന്താണ്? അതിന് പാസ്സാകും. ഓക്കെ, അവിടെ പോസിബിലിറ്റി വളരെ കൂടുതലാണ്, സംഭവിക്കാൻ പോസിബിലിറ്റി വളരെ കൂടുതലായതിനാൽ അത്തരം സെൻറ്റൻസുകളെ നമ്മൾ ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയുന്നു. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ സ്റ്റേ അറ്റ് ഹോം. മഴ പെയ്താൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഐ വിൽ സ്റ്റേ അറ്റ് ഹോം, വീട്ടിലിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പം എന്താണ്? ഫ്യൂച്ചറിൽ വളരെയധികം, ഭാവിയിൽ സംഭവിക്കാൻ സാധ്യത വളരെയധികമുള്ള കാര്യങ്ങൾ പറയാനാണ് ഫസ്റ്റ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് പോസിബിൾ സിറ്റുവേഷൻസ് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, ഇനി അതിൻ്റെ ടെൻസ് എന്താണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ തന്നെ നോക്കൂ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം. ഇഫ് യു സ്റ്റഡി വെൽ, അതാണല്ലോ സബോർഡിനേറ്റ് ക്ലോസ്. അതിലെ വെർബ് ഏതാണ്? സ്റ്റഡിയാണ്. ഓക്കെ, വെർബ് സ്റ്റഡി എന്ന് പറയുന്നത് ഏത് ടെൻസാണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. ഓക്കെ, യു വിൽ പാസ് ദ എക്സാം എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് മെയിൻ ക്ലോസ് ആണ്. അതിനകത്തെ വെർബ് ഏതാണ്? വിൽ പാസ് ആണ്. ആ ഒരു ഫോം ഏതാ വരുന്നത്? വിൽ പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്, അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വെർബ്. വിൽ പ്ലസ് V1 അല്ലെങ്കിൽ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ അടുത്ത ഒരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ സ്റ്റേ അറ്റ് ഹോം. ഇഫ് ഇറ്റ് റെയിൻസ്, ഏതാണ് വെർബ്? റെയിൻസ് ആണ്. അത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. മെയിൻ ക്ലോസിൽ ഏതാണ് വെർബ്? വിൽ സ്റ്റേ.
അതെന്താണ്? വിൽ പ്ലസ് V1 ആണ്. ഓക്കെ, അല്ലെങ്കിൽ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബാണ്. ഈ രണ്ട് എക്സാമ്പിളിൽ നിന്നും നമുക്ക് ഫസ്റ്റ് കണ്ടീഷണലിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാമല്ലോ. എന്താണ്? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്. മെയിൻ ക്ലോസിലോ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1, അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, സോ സീറോ കണ്ടീഷണലും ഫസ്റ്റ് കണ്ടീഷണലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. സീറോ കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, യഥാർത്ഥമായിട്ടുള്ളവ. അതായത് സയൻറ്റിഫിക് ഫാക്ട്സ് ആകാം, ട്രൂത്ത്സ് ആകാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വാട്ടർ, ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ബോയിൽസ്. വെള്ളം ചൂടാക്കിയാൽ അത് തിളയ്ക്കും. അതൊരു സയൻറ്റിഫിക് ഫാക്റ്റാണ്. ഇവിടെ എന്താ പറയുന്നത്? ഭാവിയിൽ നടക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള കാര്യങ്ങൾ, സിറ്റുവേഷൻസ് പറയാനാണ് നമ്മൾ ഫസ്റ്റ് കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. സീറോ കണ്ടീഷണലിൻ്റെ സ്ട്രക്ചറും ഫസ്റ്റ് കണ്ടീഷണൽ സ്ട്രക്ചറും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്താണ്? ഇഫ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻ്റ് ആണ്, അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. മെയിൻ ക്ലോസിലാണ് വ്യത്യാസം വരുന്നത്. സീറോ കണ്ടീഷനിലാണെങ്കിൽ മെയിൻ ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് തന്നെയും, ഫസ്റ്റ് കണ്ടീഷണലാണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബുമാണ് വരുന്നത്. സോ നമുക്കിപ്പം രണ്ട് സെൻറ്റൻസുകൾ തരികയാണ്. അതായത് അതിൽ സബോർഡിനേറ്റ് ക്ലോസിലെ ടെൻസ് ആണ് തരുന്നത്. രണ്ട് സെൻസ് അല്ല, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തരണം, ഒരു എക്സാമ്പിളോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തരുന്നു. ആ സെൻറ്റൻസിൻ്റെ സബോർഡിനേറ്റ് ക്ലോസിലെ ടെൻസ് ആണ് തരുന്നത്. അതെന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ മെയിൻ ക്ലോസിൽ ഏത് ടെൻസ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതും? സിമ്പിൾ പ്രസൻറ്റ് സബോർഡിനേറ്റ് ക്ലോസിൽ വരുമ്പം അത് സീറോ കണ്ടീഷണലും ആകാം, ഫസ്റ്റ് കണ്ടീഷണലും ആകാം. സോ മെയിൻ ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റും വരാം, വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബും വരാം. ഇത് രണ്ടും വരാം. അപ്പോൾ നമ്മളതെങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് എന്താണ് ഫസ്റ്റ് കണ്ടീഷണൽ, എന്താണ് സീറോ കണ്ടീഷണൽ എന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതെങ്കിലും ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു ട്രൂത്ത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് സീറോ കണ്ടീഷണലാണ്. അപ്പോൾ നമുക്ക് മെയിൻ ക്ലോസിൽ എന്തെന്ന് എഴുതാം? സിമ്പിൾ പ്രസൻറ്റ് തന്നെ എഴുതാം. പക്ഷേ തന്നിരിക്കുന്നത് എന്താണ്? ഫ്യൂച്ചറിൽ ഒരു പോസിബിലിറ്റി കാണിക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ വളരെയധികം ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള എന്തെങ്കിലും സിറ്റുവേഷനാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്താണ്? ഫസ്റ്റ് കണ്ടീഷനിലാണ്. അതുകൊണ്ട് മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കണം. ഇങ്ങനെ കണ്ടുപിടിച്ചെങ്കിലേ നമുക്കതിൻ്റെ കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് കണ്ടീഷനിൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതുകൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇഫ് യു വേക്ക് അപ്പ് ഏർലി യു ഡാഷ് ദ ബസ്. ഇഫ് യു വേക്ക് അപ്പ് ഏർലി യു ഡാഷ് ദ ബസ്. നീ നേരത്തെ എഴുന്നേറ്റാൽ നിനക്ക് ബസ് കിട്ടും. അതിനകത്തെ പോസിബിലിറ്റി എന്താണ്? കൂടുതലല്ലേ, നടക്കാൻ സാധ്യത വളരെ കൂടുതലല്ലേ. ഇഫ് യു വേക്ക് അപ്പ് ഏർലി സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നീ നേരത്തെ എഴുന്നേറ്റാൽ, നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എന്താണ്? നടക്കാൻ പറ്റും, എങ്കിൽ അത് സംഭവിക്കാം, അത് സാധ്യമായ കാര്യമാണ്. സോ അതിൻ്റെ റിസൾട്ട് ഭാവിയിൽ എന്താണ്? യു ഡാഷ് ദ ബസ്, ബസ് കിട്ടും. അതും എന്താണ്? സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്? ഫസ്റ്റ് കണ്ടീഷണലാണ്. ഫസ്റ്റ് കണ്ടീഷണലിൽ തന്നിരിക്കുന്നത് സബോർഡിനേറ്റ് ക്ലോസിലെ ടെൻസ് ആണ്. കണ്ടുപിടിക്കേണ്ടത് മെയിൻ ക്ലോസിലെ ടെൻസ് ആണ്. മെയിൻ ക്ലോസിൽ എന്താണ് വരേണ്ടത്? വിൽ പ്ലസ് V1 ആണ്, അല്ലെങ്കിൽ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബാണ്. അത് ഏതാണ് ഇതിനകത്തുള്ളത്? വിൽ ക്യാച്ച് ആണ്. സോ ആൻസർ ഈസ് ഇഫ് യു വേക്ക് അപ്പ് ഏർലി യു വിൽ ക്യാച്ച് ദ ബസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ഇറ്റ് ഡാഷ് ടുമോറോ വി വിൽ സ്റ്റേ അറ്റ് ഹോം. ഇഫ് ഇറ്റ് ഡാഷ് ടുമോറോ, നാളെ മഴ പെയ്യുകയാണെങ്കിൽ വി വിൽ സ്റ്റേ അറ്റ് ഹോം, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. അവിടെ മഴ പെയ്യാനുള്ള സാധ്യത എന്താണ്? കൂടുതലാണ്. കാരണം എന്താണ്? ഇതൊരു ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? മെയിൻ ക്ലോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഫസ്റ്റ് കണ്ടീഷണലാണ് എന്ന്. കാരണം എന്താ? മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആണ്, വിൽ പ്ലസ് ബേസ് ഫോം ആണ്, വിൽ സ്റ്റേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് ഏതാ വരുന്നത്? സിമ്പിൾ പ്രസൻ്റ് ആണ് വരുന്നത്. സോ ആൻസർ ഈസ് റെയിൻസ്. അതാണല്ലോ വരുന്നത്. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി വിൽ സ്റ്റേ അറ്റ് ഹോം. അടുത്തത് എന്താണ്? ഇഫ് ഷീ പ്രാക്ടീസസ് എവറി ഡേ ഷീ ഡാഷ് ബെറ്റർ. അവൾ
എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ അവൾ ബെറ്റർ ആകും. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ സബോർഡിനേറ്റ് ക്ലോസിലെ ടെൻസാണ് തന്നിരിക്കുന്നത്. പ്രാക്ടീസസ് എന്താണത്? സിമ്പിൾ പ്രസൻ്റ് ആണ്. സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് വന്നാൽ അത് 0 കണ്ടീഷണലും ആകാം, ഫസ്റ്റ് കണ്ടീഷണലും ആകാം. അപ്പോഴാണ് നമുക്ക് സംശയം തോന്നി ഇതിലേത് വരും. സോ നമ്മൾ സെൻറ്റൻസ് നോക്കുക. ഇതെന്താണ്? ഒരു ഫാക്ട്, ഒരു ട്രൂത്ത്, അതൊന്നും അല്ല പറയുന്നത്. ഇതൊരു പോസിബിലിറ്റിയാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കണ്ടീഷനും സംഭവിക്കാൻ സാധ്യതയുണ്ട്, കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ടും സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഷീ പ്രാക്ടീസസ് എവരിഡേ. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ അവൾ ബെറ്റർ ആകും. അപ്പം ഇതൊരു പോസിബിലിറ്റിയാണ് പറയുന്നത്. വളരെയധികം പോസിബിളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഫസ്റ്റ് കണ്ടീഷണലാണ്. സോ അതുകൊണ്ട് മെയിൻ ക്ലോസ് വിൽ പ്ലസ് V1 അല്ലെങ്കിൽ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബായിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻസർ ഈസ് വിൽ ബിക്കം. സോ 3 ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ കുറച്ചും കൂടി വ്യക്തമായല്ലോ. ഇനി ബാക്കി ഒരു 4 ക്വസ്റ്റ്യൻസും കൂടിയുണ്ട്. അത് നിങ്ങൾ സ്വയമേ ചെയ്യുക. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഞാൻ തന്നെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് അതിൻ്റെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ആ ഒരു ഐഡിയ കിട്ടില്ല. സ്വന്തമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ എത്രത്തോളം മനസ്സിലായെന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് ബാക്കി 4 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് 0 കണ്ടീഷനും പഠിച്ചു, ഫസ്റ്റ് കണ്ടീഷനും പഠിച്ചു. നമ്മൾ ഇനി അടുത്ത എന്തിലേക്കാണ് പോകുന്നത്? സെക്കൻഡ് കണ്ടീഷനിലേക്കാണ് പോകുന്നത്. ഓരോ ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസും വ്യക്തമായിട്ട് മനസ്സിലാക്കി പോയാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പോകാൻ പറ്റും. സോ നമുക്ക് സെക്കൻഡ് കണ്ടീഷണൽ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് കണ്ടീഷണൽ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് അതിൻ്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾസ് നോക്കാം. അതിൻ്റെ 2 എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ക്ലിയർ ആവും എന്താണെന്ന്. ഒന്നാമത്തെ എക്സാമ്പിളാണ് ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു. ഞാൻ പക്ഷിയാണോ ഇപ്പോൾ? അല്ല. അപ്പോൾ എനിക്ക് പറക്കാൻ സാധിക്കുമോ? ഇല്ല. സോ കണ്ടീഷൻ അവിടെ സാധ്യമായൊരു കാര്യമാണോ? അല്ല. അതൊരു റിയൽ കാര്യമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ എന്താണത്? അതൊരു ഇമാജിനറി കാര്യമാണ് പറയുന്നത്, അല്ല, ഒരു ഇമാജിനേഷനാണ്, സങ്കല്പമാണ്. ഞാൻ പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു. അതൊരു ഇമാജിനേഷൻ മാത്രമാണ്. സോ ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാം, ഒരു അൺറിയൽ സിറ്റുവേഷനാണ് അത്. അങ്ങനെ ഒരു കണ്ടീഷനാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും റിസൾട്ടും എന്താണ്? ഒരു ഇമാജിനറി വരും, അല്ലെങ്കിൽ ഒരു അൺറിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും കാണിക്കുന്നത്. റിസൾട്ടും അത് തന്നെയായിരിക്കും. ഇഫ് ഐ വെയർ എ ബേർഡ്, ഞാൻ പക്ഷിയായിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ. ഞാനിപ്പോൾ പക്ഷിയല്ല, അതുകൊണ്ട് എനിക്ക് പറക്കാൻ പറ്റുമോ? അതും നടക്കില്ല. സോ കണ്ടീഷനും ഇമാജിനറിയാണ്, റിസൾട്ടും ഇമാജിനറിയാണ്. കണ്ടീഷനും അൺറിയലാണ്, റിസൾട്ടും അൺറിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ്, അതായത് ഒരു ഇമാജിനറി, ഒരു യഥാർത്ഥമല്ലാത്തത്, എന്നാൽ ചിലപ്പോൾ സംഭവിക്കാൻ ചെറിയൊരു സാധ്യത മാത്രമുള്ള കാര്യങ്ങൾ എന്നിവ പറയാനായിട്ട്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെക്കൻഡ് കണ്ടീഷണൽ. ഒന്നും കൂടി പറയാം, ഇമാജിനറി ആയിട്ടുള്ള, അൺറിയൽ ആയിട്ടുള്ള, അൺലൈക്ലി സിറ്റുവേഷൻസ് പറയാനായിട്ട് പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? സെക്കൻഡ് കണ്ടീഷണൽ എന്ന് പറയുന്നത്. പ്രസൻറ്റിലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതാണോ? നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പോൾ നമ്മളതാണോ? അല്ല. സോ അതിൻ്റെ റിസൾട്ട് ഭാവിയിൽ എന്താണ്? നടക്കാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ നമ്മളത് ഇമാജിൻ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ടും ഒരു ഇമാജിനേഷനിലാണ് പറയുന്നത്, ഒരു ഇമാജിനറി സിറ്റുവേഷനാണ് കാണിക്കുന്നത്. സോ മനസ്സിലായല്ലോ. ഈ സെക്കൻഡ് കണ്ടീഷണൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒറ്റ ഒരു എക്സാമ്പിൾ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. അത് ആ ഒരു എക്സാമ്പിൾ കിട്ടുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ, കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും മനസ്സിലാക്കാൻ പറ്റും. ആ സെക്കൻഡ് കണ്ടീഷണൽ എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ഒരു സെൻറ്റൻസ് നോക്കിയേ, അല്ലെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡർ യു വുഡ് ഗെറ്റ് ബെറ്റർ മാർക്സ്. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡർ യു വുഡ് ഗെറ്റ് ബെറ്റർ മാർക്സ്. നീ പഠിച്ചിരുന്നെങ്കിൽ
യു വുഡ് ഗെറ്റ് ബെറ്റർ മാർക്സ്, നിനക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അവളിപ്പോൾ പഠിക്കുന്നുണ്ടോ നന്നായി? ഇല്ല. അതുകൊണ്ട് അവൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ? കുറവാണ്. ഓക്കെ, സോ അവിടെ ഒരു പോസിബിലിറ്റി, വളരെ കുറഞ്ഞ ഒരു സാധ്യതയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പറയാനാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. ഇനി ആ എക്സാമ്പിൾസ് തന്നെ നോക്കുക, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. അതിലെ സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? ഇഫ് ഐ വെയർ എ ബേർഡ് അല്ലേ? ബേർഡ് വെയർ എന്ന് സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് ഐ വെയർ എ ബേർഡ് അല്ലേ? അതിലെ വെർബ് ഏതാണ്? വെയർ ആണ്. വെയർ ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയും നേരവും നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസും കണ്ടു. അവിടെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസൻ്റ് ആയിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസ് ആയ സെക്കൻഡ് കണ്ടീഷണലിൽ സബോർഡിനേറ്റ് ക്ലോസിൽ എന്താ വരുന്നത്? സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത്. അത് മറക്കരുത്, സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത്. സോ മെയിൻ ക്ലോസിൽ എന്താണ് ടെൻസിലുണ്ടാകുന്ന മാറ്റം നോക്കാം. ഐ വുഡ് ഫ്ലൈ, ഐ വുഡ് ഫ്ലൈ, അതാണ് വുഡ് ഫ്ലൈ ആണ് വന്നിരിക്കുന്നത്. അതായത് വുഡ് പ്ലസ് V1 വന്നിരിക്കുന്നത്. വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്, അല്ലെങ്കിൽ വുഡ് പ്ലസ് V1 ആണ് വന്നിരിക്കുന്നത്. വിൽ വന്നാലും വുഡ് വന്നാലും നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? V1 ആണ്, അതായത് ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ സ്ട്രക്ചർ ഇനി മനസ്സിലായല്ലോ. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണ്. മെയിൻ ക്ലോസ് വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്, വുഡ് പ്ലസ് V1 ആണ് വരുന്നത്. അപ്പോൾ എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണ്. മെയിൻ ക്ലോസ് വുഡ് പ്ലസ് V1 ആണ് വരുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ശരിയാണോ? ഒന്നുകൂടെ നോക്കാം. ഇഫ് യു സ്റ്റഡി ഹാർഡർ യു വുഡ് ഗെറ്റ് ബെറ്റർ മാർക്സ്. ഇഫ് യു സ്റ്റഡി ഹാർഡർ, അതാണല്ലോ സബോർഡിനേറ്റ് ക്ലോസ്. അതിലെ വെർബ് ഏതാണ്? സ്റ്റഡീഡ്. സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. യു വുഡ് ഗെറ്റ് ബെറ്റർ മാർക്സ്, അവിടുത്തെ എങ്ങനെയാണ് വന്നിരിക്കുന്ന ടെൻസ്? വുഡ് പ്ലസ് V1, വുഡ് പ്ലസ് ഗെറ്റ്. ഓക്കെ, സോ അതിൻ്റെ സ്ട്രക്ചർ ഇനിയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്, അതാണ് സബോർഡിനേറ്റ് ക്ലോസിൻ്റെ ടെൻസ്, ആ ഒരു സ്ട്രക്ചർ. സോ മെയിൻ ക്ലോസിൻ്റെ സ്ട്രക്ചർ എന്താ? സബ്ജക്റ്റ് പ്ലസ് കുഡ് ഓർ വുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് പ്ലസ് V1. ഞാൻ വുഡ് ആണ് കൂടുതലും പറഞ്ഞതെങ്കിലും കുഡ്, ഷുഡ്, മൈറ്റ് ഇതിലേതും വേണമെങ്കിലും വരാം. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ V1 ആണ് ഉപയോഗിക്കുന്നത്. ബേസ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. വുഡിന് പകരം കുഡ്, ഷുഡ്, മൈറ്റ് ഇതെന്തും വരാം. അതിൻ്റെ കൂടെ ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിൻ്റെ സ്ട്രക്ചർ സെക്കൻഡ് കണ്ടീഷനിൽ എന്താണ് പറയുന്നത്? പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ കണ്ടീഷനാണെങ്കിലും അതുപോലെ തന്നെ റിസൾട്ട് ആണെങ്കിലും ഒരു ഇമാജിനറി സിറ്റുവേഷനാണ് പറയുന്നത്. പ്രസൻറ്റിൽ അത് ഇമാജിനറി ആണ്. സോ ഫ്യൂച്ചറിലും എന്താണ് അത് സംഭവിക്കാനുള്ള സാധ്യത? എന്താണ്? അതും ഒരു ഇമാജിനറി ആണ്. സോ ഇമാജിനറി ആയിട്ടുള്ള യഥാർത്ഥമല്ലാത്ത സംഭവിക്കാൻ സാധ്യത വളരെ കുറവുള്ള സിറ്റുവേഷൻസ്, അത് പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ സിറ്റുവേഷൻസ് പറയുന്നതിനെയാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ഇമാജിനറി, അൺറിയൽ ഓർ അൺലൈക്ലി സിറ്റുവേഷൻസ് ഇൻ ദി പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഇമാജിനറി എന്നുള്ള കാര്യം മനസ്സിലങ്ങ് ഉറപ്പിക്കുക, അപ്പോൾ നമുക്ക് കിട്ടും. കൂടുതലും ഇങ്ങനെയുള്ള സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസിൽ ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷനാണ് നമുക്ക് തരുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയുണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഞാനൊരു വലിയ വീട് വെച്ചേനെ എന്ന് പറയുകയാണ്. സോ അവിടെ നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയുണ്ടോ? ഇല്ല, 1 കോടി രൂപയില്ല. അപ്പോൾ നിങ്ങൾക്ക് വീട് വയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ എന്താണിത്? ഇമാജിനേഷനാണ്. അപ്പോൾ 1 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഇമാജിനേഷനാണ്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും എന്താണ്? ഒരു ഇമാജിനറി സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഞാനൊരു വീട് വെക്കുമായിരുന്നു. ഓക്കെ, സോ അങ്ങനെയുള്ളതാണ് സെക്കൻഡ് കണ്ടീഷണൽ. അതിൻ്റെ സ്ട്രക്ചർ സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റും മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1, അല്ലെങ്കിൽ വുഡ് ഓർ കുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് പ്ലസ് V1, അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വെർബ് എന്നും നമ്മൾ പറയും. V1നെ ബേസ് ഫോം ഓഫ് ദ വെർബ് എന്നും പറയും. ഓക്കെ, ഓൾറെഡി സെക്കൻഡ് കണ്ടീഷനിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 0 കണ്ടീഷനിലും ഫസ്റ്റ് കണ്ടീഷനിലും സെക്കൻഡ് കണ്ടീഷനിലും ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് കണ്ടീഷണലിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ഐ ഡാഷ് റിച്ച് ഐ വുഡ് ബൈ എ ബിഗ് ഹൗസ്. ഇഫ് ഐ ഡാഷ് റിച്ച് ഐ വുഡ് ബൈ എ ബിഗ് ഹൗസ്.
ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ ഞാനൊരു വലിയ വീട് വാങ്ങിയേനെ. ഞാനിപ്പോൾ പണക്കാരനാണോ? പ്രസൻറ്റിലായാൽ പണക്കാരനാണോ? അല്ല. അപ്പോൾ പ്രസൻറ്റിൽ അതൊരു ഇമാജിനറി സിറ്റുവേഷനാണ് കാണിക്കുന്നത്, അല്ലേ? സോ ഫ്യൂച്ചറിലും എന്താ പറയുക, ഞാനൊരു വീട് വാങ്ങുമായിരുന്നു, അതും ഒരു ഇമാജിനറി സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഇല്ല. കാരണം ഞാനിപ്പോൾ റിച്ച് അല്ല. സോ പിന്നെ എങ്ങനെയാണ് നമ്മൾ വലിയ വീട് വാങ്ങുക? അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് വലിയ വീട് വാങ്ങുക? അതും ഒരു ഇമാജിനറിയാണ്, ഒരു അൺറിയൽ കാര്യമാണ് പറയുന്നത്. സോ ഇവിടെ ഇതെന്താണ്, സെക്കൻഡ് കണ്ടീഷനിലാണ് നമുക്ക് മനസ്സിലാവും. അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഇതിലേതിലാണ് ടെൻസ് തന്നിരിക്കുന്നത്? മെയിൻ ക്ലോസിലാണ് തന്നിരിക്കുന്നത്. വുഡ് പ്ലസ് V1 ആണ് തന്നിരിക്കുന്നത്. വുഡ് പ്ലസ് V1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വന്നാൽ സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും വരുന്നത്, അല്ലേ? ഈ ഫസ്റ്റ് കണ്ടീഷനിലും സീറോ കണ്ടീഷനിലും ഫസ്റ്റ് കണ്ടീഷനിലും നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് തന്നാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. കാരണം രണ്ടിലും സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ മെയിൻ ക്ലോസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അതേസമയം മെയിൻ ക്ലോസ് കണ്ടാൽ സിമ്പിൾ സബോർഡിനേറ്റ് ക്ലോസ് ഏത് കണ്ടീഷണൽ സെൻറ്റൻസ് ആണെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ ഈസിയാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം സബോർഡിനേറ്റ് ക്ലോസ് തന്നാലും മെയിൻ ക്ലോസ് തന്നാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ കണ്ടെത്താം. ആ ഒരു ടെൻസിൻ്റെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് പറ്റും. സോ ഇവിടെ വുഡ് പ്ലസ് V1 ആണ്. സോ അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അപ്പം ആൻസർ എങ്ങനെ വരും? ഇഫ് ഐ ആം റിച്ച് ഐ വുഡ് ബൈ എ ബിഗ് ഹൗസ്. ഇഫ് ഐ ആം റിച്ച് ഐ വുഡ് ബൈ എ ബിഗ് ഹൗസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ഷീ ഹാഡ് മോർ ടൈം. ഇഫ് ഷീ ഹാഡ് മോർ ടൈം. എന്താണ് ഹാഡ് മോർ ടൈം? എനിക്ക് കൂടുതൽ അവൾക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഷീ ഡാഷ് മോർ ബുക്സ്. അവൾ കൂടുതൽ ബുക്സ് വായിക്കുമായിരുന്നു. അവൾക്കിപ്പോൾ കൂടുതൽ സമയമുണ്ടോ? ഇപ്പോൾ അവൾക്ക് കൂടുതൽ സമയമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവൾക്ക് വായിക്കാൻ പറ്റുമോ? ഇല്ല. അതപ്പം രണ്ടും എന്താണ്, ഒരു അൺറിയൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യത വളരെ കുറവുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ഇതൊരു സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ സബോർഡിനേറ്റ് ക്ലോസ് തന്നെ കാണുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പ്രസൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? സിമ്പിൾ പ്രസൻ്റ് അല്ല, സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഏതാ? ഹാവിൻ്റെ സിമ്പിൾ പാസ്റ്റ് ഹാഡ് ആണ്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് മെയിൻ ക്ലോസ് വുഡ് പ്ലസ് V1 ആണ്. ഇവിടെ വുഡ് പ്ലസ് V1 എന്ന് പറയുമ്പോൾ ഏതാ? റീഡിൻ്റെ വുഡ് റീഡാണ്. ആൻസർ ഇഫ് ഷീ ഹാഡ് മോർ ടൈം ഷീ ഡാഷ് എന്ന് പറഞ്ഞ് ഷീ വുഡ് റീഡ് മോർ ബുക്സ്. അതാണ് ആൻസർ. മൂന്നാമത്തെ എന്താണ്? ഇഫ് ദേ ഡാഷ് എ ബിഗർ ഹൗസ് ദേ വുഡ് ഇൻവൈറ്റ് മോർ ഫ്രണ്ട്സ്. അവർക്ക് ഒരു വലിയ വീടുണ്ടായിരുന്നെങ്കിൽ അവർ കൂടുതൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തേനെ. ഇപ്പോൾ വീടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സാങ്കല്പികമായ കാര്യം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അൺറിയൽ കാര്യം മാത്രമാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യത വളരെ കുറവുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ക്ലോസിലാണ് ടെൻസ് തന്നിരിക്കുന്നത്. മെയിൻ ക്ലോസിൽ ഏതാണ്? വുഡ് പ്ലസ് V1, അതായത് വുഡ് ഇൻവൈറ്റ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഹാവിൻ്റെ സിമ്പിൾ പാസ്റ്റ് ഏതാ വേണ്ടത്? ഹാഡ് ആണ്. സോ ഇഫ് ദേ ഹാഡ് എ ബിഗർ ഹൗസ് ദേ വുഡ് ഇൻവൈറ്റ് മോർ ഫ്രണ്ട്സ്. ബാക്കി 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കുക. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തേർഡ് കണ്ടീഷനിൽ എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതുവരെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. സീറോ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ ഫാക്ട്, ട്രൂത്ത് തുടങ്ങിയ സിറ്റുവേഷൻസ് പറയാനാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ സിമ്പിൾ പ്രസൻറ്റ്. ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയുന്നത് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ളത്. കണ്ടീഷനാണെങ്കിലും അതിന് കണ്ടീഷനും അതിൻ്റെ റിസൾട്ടും നടക്കാൻ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ്, വിൽ പ്ലസ് V1 ആണ്, അല്ലെങ്കിൽ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബാണ് വരുന്നത്. മൂന്നാമത്തത് സെക്കൻഡ് കണ്ടീഷണൽ, അതൊരു ഇമാജിനറി സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റും മെയിൻ ക്ലോസ് വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബാണ് വരുന്നത്. ഇത്രയും 3 കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എൻ്റെ നെക്സ്റ്റ് വിത്ത് രേഷ്മ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു.